നമസ്കാരം. വിവര ചാനലിലേക്ക് എവർക്കും സ്വാഗതം. ഇക്കിഗയുടെ സ്റ്റേഷൻ 7ലേക്ക് പോകാം. കിടമത്സരം, കണ്ടുപിടിക്കൽ, അനുകരിക്കൽ, അതിശയിപ്പിക്കൽ. പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ജാപ്പനീസ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ സൃഷ്ടി ഒരു മായാജാലമാണെന്ന് പറഞ്ഞു. എന്നാൽ ആദ്യത്തെ ട്രെയിൻ കണ്ടുപിടിച്ചത് റിച്ചാർഡ് റെവിത്തി ആണെന്ന് പലർക്കും അറിയില്ല. 1802 വെൽസിൻ്റെ ഒരു സ്റ്റീൽ പണിശാലയിലാണ് ഈ ബ്രിട്ടീഷ് എഞ്ചിനീയർ ഈ യന്ത്രം ആദ്യമായി പണിയുന്നത്. ഒരു വർഷത്തിനു ശേഷം അദ്ദേഹം ഇതിൻ്റെ അവകാശം പണിശാലയുടെ ഉടമസ്ഥനായ സാമുവൽ ഹോംഫ്രേക്കിന് വിറ്റു. യന്ത്രം 10 ടൺ ഇരുമ്പ് 16.7 കിലോമീറ്റർ പാളത്തിലൂടെ അബർസിനോൺ ഗ്രാമം വരെ എത്തിക്കും എന്നായിരുന്നു വാഗ്ദാനം. 1804 ഫെബ്രുവരി 21 എല്ലാവരും പ്രതീക്ഷയോടെ നോക്കി നിൽക്കെ ഇരുമ്പ് കയറ്റിയ 5 പെട്ടിവണ്ടികൾ 70 ആളുകളോടൊപ്പം മണിക്കൂറിൽ 4 കിലോമീറ്റർ വേഗതയിൽ ചരക്കില്ലാതെ മണിക്കൂറിൽ 25 കിലോമീറ്റർ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഈ സാഹസത്തിന് ലോകത്തെ ആദ്യത്തെ സ്റ്റീം നീരാവിയിൽ പ്രവർത്തിക്കുന്ന യന്ത്രം 4 മണിക്കൂർ 5 മിനിറ്റ് എടുത്തു. എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്. മെച്ചപ്പെടുത്താനുള്ള കഴിവ് നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിന് അതിരുകളില്ല. ഇത് നമ്മുടെ സ്വകാര്യ പദ്ധതികൾക്കും പ്രായോഗികമാണ്. അതെത്ര ചെറുതോ നിസ്സാരമോ ആയാൽ പോലും മെച്ചപ്പെടുവാൻ അനുകരിക്കുക. ഒരു പുസ്തകത്തിൽ ഒരധ്യായത്തിൽ വരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ വിചിത്രമായ ഒരു ദീക്ഷണാവ്യായാമം ചെയ്തിരുന്നു. മാസികയിൽ വരുന്ന ലേഖനങ്ങൾ വായിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അത് ഓർമ്മയിൽ നിന്നെടുത്ത് എഴുതുമായിരുന്നു. പിന്നീട് മാസികയിലെ ലേഖനം നോക്കി താരതമ്യം ചെയ്യും. ഈ ഒരു രീതി അപൂർവമല്ല. പ്രശസ്ത ഛായാചിത്രങ്ങൾ കണ്ടുവന്ന് അവയെ പുനർസൃഷ്ടിച്ച് പിന്നെ താരതമ്യം ചെയ്യുന്ന ചിത്രകാരന്മാരുണ്ട്. അനുകരണം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ കളവിനോട് തുല്യമായിട്ടാണ് കരുതുന്നത്. എന്നാൽ ജപ്പാനിൽ അങ്ങനെയല്ല. അതായത് നിങ്ങൾ അനുകരിച്ചാൽ മാത്രം പോരാ, അതിനെ പുനർസൃഷ്ടിക്കുകയോ മെച്ചപ്പെടുത്തുകയോ വേണം. മൗണ്ട് ഫൂജിയുടെ പിറകിൽ തിരമാലകളുള്ള ഈ ഉക്കിയോ പ്രിന്റുകൾ സത്യത്തിൽ ഒരു അനുകരണമാണ്. മൂലചിത്രം അറിയപ്പെട്ടതേയില്ല. എന്നാൽ ഒരു ഇലക്ട്രിക് പ്രിന്റിന് നല്ല മൂല്യമാണ്. ഇലക്ട്രോണിക് പ്രിന്റ്. ജാപ്പനീസ് ഭാഷയിൽ അനുകരണം എന്ന വാക്കിന് പ്രതിബിംബം എന്ന ആശയവുമുണ്ട്. ചില പ്രതിബിംബങ്ങൾ മൂലസൃഷ്ടിയേക്കാൾ മനോഹരമായിരിക്കും. നശ്വരതയുടെ മൂല്യം. ഏതൊരു കാര്യവും എത്ര പഴക്കമുണ്ടോ അത്രയും നല്ലതാവും എന്നാണ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ വിശ്വസിച്ചു പോരുന്നത്. 400 വർഷം പഴക്കമുള്ള ഒരു പള്ളി വഴികാട്ടി പുസ്തകങ്ങളിൽ സ്ഥാനം പിടിക്കും. എന്നാൽ യുദ്ധത്തിൽ നശിച്ച് പുനരുദ്ധാരണം നടന്ന പള്ളിയെ ആരും ശ്രദ്ധിക്കില്ല. ജപ്പാനിൽ ഏതൊരു വസ്തുവിൻ്റെയും നൈസർഗിക സൗന്ദര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതൊരു അനുകരണമോ പുനഃസൃഷ്ടിയോ ആയാലും വ്യത്യാസമില്ല. ജപ്പാനിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനം തന്നെ കാറ്റകളുടെ ആവർത്തനമാണ്. ഒരു പ്രത്യേക ക്രമത്തിൻ്റെ ആവർത്തനം. ഷിൻഡോ വിശ്വാസികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയമായ ഇസെ ഓരോ 20 വർഷം കൂടുന്തോറും പുതുക്കി പണിയും. ആദ്യമുണ്ടായതിൻ്റെ അനുകരണം തന്നെയാവും വീണ്ടും വീണ്ടും സൃഷ്ടിക്കുന്നത്. 600-ാം ആണ്ട് മുതൽ തുടങ്ങിയതാണ് ഈ പുതുക്കി പണിയൽ. അപ്പോൾ ഏകദേശം 60 തവണ പുതുക്കി പണിത് കഴിഞ്ഞു എന്ന് സാരം. ഓരോ തവണയും അതേ വസ്തുവിൻ്റെ ആവർത്തനം തന്നെ. ദേവാലയത്തിൻ്റെ പുതുമയും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയാണിത്. എന്നാൽ പുരാവസ്തു വകുപ്പിന് ഇതിൽ വലിയ താല്പര്യമില്ല. അവർക്ക് നശ്വരത്തിൻ്റെ മൂല്യമറിയില്ലല്ലോ. സഹജീവനത്തിലൂടെ സൃഷ്ടിക്കുക. 4-ാം നൂറ്റാണ്ടിന് മുമ്പ് ഒരു ജപ്പാനീസ് ഭാഷയ്ക്ക് ലിപിയുണ്ടായിരുന്നില്ല. സ്വന്തമായി ഒന്നുണ്ടാക്കുന്നതിന് പകരം ചൈനീസുകാരുടെ ഹൻസി രീതി അനുകരിച്ചെഴുതാൻ ശ്രമിച്ചു. ക്രമേണ ഹൻസി അവർക്ക് പോരാതെ വന്നപ്പോൾ ഇന്ന് കാണുന്ന കാഞ്ചി രീതിയിലേക്ക് മാറ്റി. പുതിയ 2 അക്ഷരമാലയും സൃഷ്ടിച്ചു. ഹിരാഗാന, കാറ്റാഗാന. ഇങ്ങനെയാണ് ജപ്പാൻകാർ അവരുടെ ഭാഷയുണ്ടാക്കിയത്. നിലവിലുള്ള ഒന്നിനെ എടുത്ത് ആവശ്യാനുസരണം പുനർസൃഷ്ടിച്ചു. ഇതുതന്നെയാണ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. മംഗ കോമിക്സുകളും ഇങ്ങനെയാണ് ഉണ്ടായത്.
ഒസാമു ടെസുകയെക്കുറിച്ച് ഇക്കിഗായ് എന്ന പുസ്തകത്തിൽ ഞങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് മാംഗയുടെ സൃഷ്ടാവ്. ഡിസ്നി കാർട്ടൂണുകളും അമേരിക്കൻ ചിത്രകഥകളും പരമ്പരാഗത ജപ്പാനീസ് ചിത്രരചനയുമാണ് ആധാരം. ഈ 3 രീതികളിൽ നിന്നുള്ള അനുകരണങ്ങൾ മാത്രമല്ല മാംഗ, അതൊരു പുതിയ കലാരൂപം കൂടിയാണ്. കോമിക്സ്, അനിമേഷൻ, നോവൽ ഇങ്ങനെ 3 മൂലകളുള്ള ത്രികോണത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ് മാംഗ. സ്വയം പ്രചോദിക്കപ്പെട്ട് വിദേശത്തെയും സ്വദേശത്തെയും കലകളെ സംയോജിപ്പിച്ച് ഒരു പുനർസൃഷ്ടി നടത്തുകയാണ് ടെസുക ചെയ്തത്. നിലവിലുള്ളതിനെ മെച്ചപ്പെടുത്തുക. ജപ്പാൻകാർ വളരെ വേഗത്തിൽ അനുകരിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യും. അമേരിക്കയിൽ നിന്നും ഒരു പുതിയ വ്യാപാര അവസരം വരുന്നുണ്ടെന്നറിഞ്ഞാൽ അവർ അതിനെ ഉടൻ അനുകരിക്കും. സ്റ്റാർബക്സ് ആദ്യമായി ജപ്പാനിൽ തങ്ങളുടെ കട തുറന്നപ്പോൾ അവർ ഞെട്ടിപ്പോയി. അവരുടേതുപോലെ 10 എണ്ണമെങ്കിലും ജപ്പാനിലുണ്ടായിരുന്നു. എല്ലാം അനുകരണങ്ങൾ. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന 7-11 ജപ്പാനിൽ തുറക്കാൻ നിശ്ചയിച്ചപ്പോൾ ജപ്പാൻകാർ അത് അനുകരിക്കുക മാത്രമല്ല 7-11 വാങ്ങുകയും ചെയ്തു. ഇപ്പോൾ അതൊരു ജപ്പാനീസ് കമ്പനിയാണ്. തങ്ങളുടെ കയ്യിലായതോടെ അവർ അതിനെ വളരെ മെച്ചപ്പെടുത്തി. ഇപ്പോൾ അതിൽ ജപ്പാനിലെ ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത്. അടുത്ത കാലത്തായി സ്പാനിഷ് കമ്പനികൾ സംസ്കരിച്ച പന്നിയിറച്ചി കയറ്റുമതി തുടങ്ങിയിരുന്നു. അതിൽ സെറോനോ ഹാം ഉൾപ്പെടും. ക്രമേണ ഇബെരിക്കോ ബൂട്ട ജപ്പാൻകാരുടെ പരമ്പരാഗത പാചകത്തിൽ ഉൾപ്പെടാൻ തുടങ്ങി. ഇബെരിക്കോ ബൂട്ട ജപ്പാനിലെ ചന്തകളിൽ ധാരാളമായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്നു മാത്രമല്ല അതിൽ സ്പാനിഷ് ഹാമിനേക്കാളും വില കുറവുമായിരുന്നു. ഉൽപ്പന്നത്തിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചാൽ മനസ്സിലാവും. ബെറിയോട്ട തിന്നുന്ന ഹൊക്കൈഡോ പന്നികളുടെ മാംസം. ആ വാക്കുപോലും സ്പാനിഷ് ഭാഷയുടെ അനുകരണമാണ്. സ്പാനിഷ് ഭാഷയിൽ ബെല്ലോട്ട എന്നാൽ അക്കോൺ, ഓക്കുമരത്തിൻ്റെ കായ എന്നാണ്. ഇതുതന്നെ വിസ്കിയുടെ കാര്യത്തിലും സംഭവിച്ചു. ലോകത്തിലെ ഏറ്റവും നല്ല വിസ്കിയായി തിരഞ്ഞെടുക്കപ്പെട്ട യമാസാക്കി സിംഗിൾ മാൾട്ട് ഷെറി കാസ്ക് സ്കോട്ട്ലൻഡിലെ ഏറ്റവും നല്ല വാറ്റുപുരയിലെ പ്രക്രിയയുടെ അനുകരണമാണ്. സ്വയം മെച്ചപ്പെടുത്താൻ ഒരു കുതിച്ചുചാട്ടം. നിങ്ങൾക്ക് എഴുത്തിലോ സംഗീതത്തിലോ ചിത്രരചനയിലോ കഴിവുണ്ടെങ്കിൽ എന്തിന് പാചകം പോലുമാവും. അതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കിഷ്ടമുള്ള കാര്യം തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് എഴുതാൻ കഴിവുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഒരു നോവൽ എഴുതുക. എന്നിട്ട് പടിപടിയായി ഇവ ചെയ്യുക. നിങ്ങളെ ആകർഷിച്ച ഈ നോവൽ വിശകലനം ചെയ്ത് എന്തുകൊണ്ടാണ് ഈ നോവൽ ഇത്ര നന്നായതെന്ന് എഴുതുക. ഉദാഹരണത്തിന് അതിലെ വ്യത്യസ്തമായ സംഭാഷണങ്ങൾ, വിവരണങ്ങളുടെ സൗന്ദര്യം, കഥയിലെ വഴിത്തിരിവുകൾ എന്നിവയെക്കുറിച്ച് പോരായ്മകൾ കണ്ടുപിടിക്കുക. ഏറ്റവും മഹത്തായ കൃതിക്ക് പോലും ചില പോരായ്മകളുണ്ട് എന്ന് നമുക്ക് തോന്നാം. ഉദാഹരണത്തിന് ചില ഇഴയുന്ന ഭാഗങ്ങൾ, താൽക്കാലികമായി വരുന്ന അധ്യായങ്ങൾ, വളരെ നീളമുള്ള ഒരു അവസാന ഭാഗം എന്നിങ്ങനെ എല്ലാം എഴുതിയിടുക. മറ്റ് കൃതികളിൽ കാണുന്ന മികവ് ഇറക്കുമതി ചെയ്യുക. സഹജീവനത്തിൻ്റെ പരിശീലനത്തിൽ മുമ്പ് പറഞ്ഞ പോരായ്മകൾ ഇല്ലാത്ത കൃതികൾ കണ്ടുപിടിച്ച് അവയിലെ നന്മകൾ കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു മാതൃകാ നോവലിന് വേണ്ട കാര്യങ്ങൾ ലഭിക്കും. ഈ ഗുണങ്ങളോട് കൂടിയ ഒരു നോവൽ എഴുതാൻ തുടങ്ങുക. സ്വന്തം കൃതിക്ക് ഈ ചെയ്തതെല്ലാം വഴികാട്ടിയാവണം. ആദ്യത്തെ ഉദ്യമത്തിൽ തന്നെ ഒരു നല്ല കൃതി രചിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ നിങ്ങൾക്ക് ലഭ്യമാകുന്ന നല്ല മാർഗനിർദ്ദേശങ്ങൾ കൊണ്ട് എന്നെങ്കിലും ഒരു ദിവസം മെച്ചപ്പെട്ട ഒരു നോവൽ എഴുതിയെന്ന് വരാം. അല്ലെങ്കിൽ ഈ സഹജീവനത്തിൽ നിന്നും പുതിയൊരു ശൈലിയുള്ള സൃഷ്ടി തന്നെ എഴുതിയെന്ന് വരാം. അത് മറ്റുള്ളവർക്ക് മാതൃകയാവും. അനുകരണങ്ങളിൽ നിന്നും തുടങ്ങിയവരെ പിന്നീട് പലരും അനുകരിച്ചിട്ടുണ്ട്. താങ്ക് യു.